തോൽവി തന്നെയാണ് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളോട് ദേഷ്യ വാശിയൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഒരുപാട് മെസ്സി ഫാൻസിനെ കണ്ടിട്ടുണ്ട്, ഡൈ ഹാർട്ട് ഫാൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മെസ്സിയെ മുതലെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് നിങ്ങളെ മാത്രമാണ് ഞാനിപ്പോൾ ആദ്യമൊക്കെ അസൂയ തോന്നിയിരുന്നു. നിങ്ങൾ ഡൈ ഹാർട്ട് ഫാൻ അത് മറ്റുള്ളവരൊക്കെ ആഘോഷിക്കുന്നു, യാദിൽ ബ്രോ എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിക്ക് എന്തൊക്കെയാണ്. പക്ഷേ ഒരുപാട് മെസ്സി ഫാൻസിന് പോലും നിങ്ങളെ കണ്ടുകൂടാ എന്നുള്ളൊരു സത്യം വേറെയുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇപ്പോഴും റൊണാൾഡോ ഫാനായിട്ട് നിൽക്കുന്നത് ഞാനാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം. ഞാൻ അദ്ദേഹത്തിന് എവിടെയൊക്കെ അദ്ദേഹം ഏത് ക്ലബ്ബിൽ പോയാലും ഞാൻ ആ ഒരു ക്ലബ്ബ് ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കളി കാണാൻ മാക്സിമം അദ്ദേഹത്തിന് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്റർ മിയാമിൽ അദ്ദേഹം ഒരുപാട് കരിയറിൽ ഇപ്പോൾ ഈ ഇന്റർ മിയാമിൽ പോയ പിന്നെ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഒരുപാട് ഗോളാണെങ്കിലും പല നേട്ടങ്ങളും അദ്ദേഹം നേടി. ഇന്ന് വരെ നിങ്ങളൊരു സ്റ്റോറി ഇടലോ സ്റ്റാറ്റസ് ഇടലോ അതൊന്നും ഞാൻ കാണാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വേൾഡ് കപ്പ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ തവളക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ തവള കിടന്ന് കരയില്ലേ, അതേപോലെ നിങ്ങൾ തുടങ്ങും. ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ് നിങ്ങൾ. എനിക്കറിയാം, അതിൽ ഞാൻ യാതൊരു തെറ്റും പറയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമൊക്കെ ആയിരിക്കാം. എനിക്ക് തോന്നിയതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഇന്നലത്തെ ആ വീഡിയോ കണ്ടില്ലേ, സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള കളിക്ക് നിങ്ങൾ അത്രയും എന്താ പറയുക ഒന്നുമില്ല. അതായത് പോർച്ചുഗൽ എന്നുള്ള ടീം റൊണാൾഡോ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഒന്നും അല്ലാതെ ആക്കി കളയാ. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളുടെ വായ അടിച്ചു എന്ന് പറയാം. സ്റ്റോറി വരെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് സേവ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് കിട്ടി. ഇപ്പം എന്തായാലും കൊള്ളാം. നിങ്ങൾ പറ ഇന്നത്തെ കളി ആയിരിക്കും മഞ്ജൂറേ? സിമ്പിളായിട്ട് ഞാൻ പറയണത് ഇന്നത്തെ കളിയിൽ